നമസ്കാരം. സംസ്ഥാനത്ത് കടുത്ത ചൂടും മഴക്കുറവും കാരണം നിലവിലുള്ള താൽക്കാലിക വൈദ്യുതി പ്രതിസന്ധിയെ പോലും കടുത്ത രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് CPM നേതാക്കൾ. നിലവിലെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിനും മുഖ്യമന്ത്രി VD സതീശനും വിവരമില്ലെന്നും കരാർ ഒപ്പുവെച്ച് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നുമാണ് മുൻ വൈദ്യുതി മന്ത്രി MM മണി ഇപ്പോൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം തങ്ങൾ ഭരിച്ചപ്പോൾ കറണ്ട് കട്ടില്ലാതിരുന്നത് വലിയൊരു അത്ഭുതമാണെന്ന രീതിയിലാണ് MM മണിയുടെ പ്രസ്താവനകൾ. എന്നാൽ വെറും 2 മാസം മാത്രം പ്രായമുള്ള പുതിയ സർക്കാർ സൃഷ്ടിച്ച ഒരു പ്രശ്നമല്ല ഇതെന്ന കോമൺ സെൻസ് പോലും ഇല്ലാത്തത് കഷ്ടമാണ്. കടുത്ത എൽനിനോ പ്രതിഭാസം കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ പെയ്യേണ്ട മഴയിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രധാന ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാമിൽ ഇപ്പോൾ വെറും 28% മാത്രമാണ് വെള്ളമുള്ളത്. സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യത്തിന്റെ 40% മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനായി കഴിയുന്നത്. ഡാമുകളിൽ വെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കറന്റ് ഉൽപ്പാദിപ്പിക്കാനാവുക? മഴ കുറവാണെങ്കിലും പുറത്തുനിന്ന് വൈദ്യുതി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വിവരം വേണമെന്ന് പറയുന്ന MM മണിയുടെ വാദങ്ങൾ ശുദ്ധ മണ്ടത്തരമാണ്. നിലവിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പവർ എക്സ്ചേഞ്ചുകളിൽ ചെന്ന് ഒരു യൂണിറ്റിന് 30 രൂപ വരെ ഉയർന്ന നിരക്കിൽ നൽകാമെന്ന് പറഞ്ഞാൽ പോലും കറന്റ് കടം വാങ്ങാൻ കിട്ടാത്ത അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സാധാരണ രീതിയിൽ KSEB പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിലൊട്ടാകെ മഴയുടെ ലഭ്യതക്കുറവ് മൂലം എല്ലാ സംസ്ഥാനങ്ങളും ഒരേ സമയം വൈദ്യുതിക്കായി നെട്ടോട്ടമോടുമ്പോൾ പണമെറിഞ്ഞാൽ മാത്രം വൈദ്യുതി കപ്പൽ കയറി വരുമെന്ന് വിചാരിക്കുന്ന MM മണിയുടെ ഈ ചിന്താഗതി തികഞ്ഞ വിവരക്കേടാണ്. ഈ ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് DYFI പ്രവർത്തകരെ വിട്ട് വൈദ്യുതി ഭവനിലേക്കും മറ്റും മാർച്ച് നടത്തിച്ച് അണികളെ തൃപ്തിപ്പെടുത്താനായി പാർട്ടി ശ്രമിക്കുന്നത്. ഈ പ്രതിസന്ധി താൽക്കാലികമാണെങ്കിലും ഇതിനെ മറികടക്കാൻ വൈദ്യുതി വകുപ്പും KSEBയും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിൽ അടിയന്തരമായി 200 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ KSEB തീരുമാനിച്ചിട്ടുമുണ്ട്. യൂണിറ്റിന് 5.96 രൂപ നിരക്കിൽ ഈ വൈദ്യുതി വാങ്ങുന്നതിന് അനുമതി തേടിക്കൊണ്ട് റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞു. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ വെറും 2 ദിവസത്തിനകം തന്നെ ഈ വൈദ്യുതി കേരളത്തിലേക്ക് എത്തിത്തുടങ്ങും. ഇതിനു പുറമെ പീക്ക് ടൈമിൽ കൂടുതൽ ഉയർന്ന നിരക്ക് നൽകിയാണെങ്കിലും വൈദ്യുതി വാങ്ങാൻ ബോർഡ് ആലോചിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഡീപ് പോർട്ടൽ വഴി ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉറപ്പാക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ മാസം 23-ന് ശേഷമാണ് ഉണ്ടാവുക. കൂടുതൽ വൈദ്യുതി വാങ്ങുന്നതിലൂടെ ഈ പ്രതിസന്ധിക്ക് ഭാഗികമായി പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ. നിലവിൽ വരും ദിവസങ്ങളിലും 15 മുതൽ 30 മിനിറ്റ് വരെ ചെറിയ നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുമെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത്. AC-കളുടെയും അലങ്കാര വിളക്കുകളുടെ ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നാണ് മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വൈദ്യുതി മുടങ്ങുന്നതിന്റെ പേരിൽ പലയിടത്തും ജനങ്ങൾ KSEB ഓഫീസുകൾ ഉപരോധിക്കുന്നതും രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുന്ന ലൈൻമാൻമാരെയും ഉദ്യോഗസ്ഥരെയും മർദ്ദിക്കുന്നതും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഓഫീസുകൾ തകർത്താലോ ജീവനക്കാരെ തല്ലിയാലോ ഡാമുകളിൽ വെള്ളം നിറയുകയോ പെട്ടെന്ന് കറന്റ് വരികയോ ഇല്ലെന്ന് അക്രമികൾ മനസ്സിലാക്കണം. ഈ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ KSEB ഇനി വലിയ ദീർഘകാല പദ്ധതികൾക്കാണ് രൂപം നൽകേണ്ടത്. മഴ പെയ്യുന്നതോടെ ഈ പ്രതിസന്ധിക്ക് പൂർണ്ണമായും പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. KSEBയുമായി സഹകരിച്ച് ദീർഘകാല ഊർജ്ജ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇനി സർക്കാർ ചെയ്യേണ്ടത്. സംസ്ഥാനത്ത് കടുത്ത ചൂടും മഴക്കുറവും കാരണം നിലവിലുള്ള താൽക്കാലിക വൈദ്യുതി പ്രതിസന്ധിയെ പോലും കടുത്ത രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് CPM നേതാക്കൾ. നിലവിലെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിനും മുഖ്യമന്ത്രി VD സതീശനും വിവരമില്ലെന്നും കരാർ ഒപ്പുവെച്ച് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നുമാണ് മുൻ വൈദ്യുതി മന്ത്രി MM മണി ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്.